പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ 3 മാസക്കാലത്തിന് ശേഷം ആദ്യമായി വീണ്ടും മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ, നാടിന് വേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അദ്ദേഹം വന്നത്. എന്നാൽ അദ്ദേഹം നേരിട്ട പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാസപ്പടി കേസിനെ കുറിച്ചിട്ടായിരുന്നു. എനിക്ക് ആ പത്രസമ്മേളനത്തിനെ കുറിച്ചിട്ട് ആദ്യമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കും. പത്രസമ്മേളനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ ഇനി ഓഡിയോ ആയിട്ട് നമ്മളൊന്ന് കേൾക്കുന്നുണ്ട്. അതിനു മുമ്പ് എനിക്ക് തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, പിണറായി വിജയൻ്റെ ശരീരഭാഷ വളരെ അസ്വസ്ഥത പ്രതിഫലിക്കുന്ന നിലയിലായിരുന്നു എന്നുള്ളതാണ്. വളരെ അസ്വസ്ഥനായിരുന്നു പിണറായി വിജയൻ. അസ്വസ്ഥൻ എന്ന് ഞാൻ പറയുമ്പോൾ തീർത്തും അസ്വസ്ഥൻ എന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളും മുഖത്തെ പേശികളുടെ ചലനങ്ങളും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അസ്വസ്ഥൻ, ആശങ്കാകുലൻ, പരിഭ്രാന്തൻ എന്നൊക്കെയാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അവിടെ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ ഇതുപോലെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ അദ്ദേഹം നേരിടുമ്പോൾ അദ്ദേഹം ആക്രമണോത്സുകനാവാറുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ അതൊന്നും കണ്ടില്ല. അദ്ദേഹം ആക്രമണോത്സുകനായിരുന്നില്ല. അദ്ദേഹം മാധ്യമങ്ങളെ ചെറിയ തോതിൽ പ്രകോപിപ്പിക്കാനൊക്കെ നോക്കിയെങ്കിലും അദ്ദേഹം സാധാരണ ചെയ്യുന്ന പോലെ ആക്രമണോത്സുകനാവുകയും മാധ്യമങ്ങളെ ഈ പറഞ്ഞതുപോലെ ശക്തമായി കടന്നാക്രമിക്കുകയും പത്രസമ്മേളനം നിർത്തി ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരു സാധാരണ ശൈലിയുണ്ട്. ആ ശൈലി ഇന്നലെ കണ്ടിരുന്നില്ല. ഇന്നലെ കണ്ട പൊതുവിലുള്ള ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ആശങ്ക, പരിഭ്രാന്തി, ഇതൊക്കെയായിരുന്നു. ഒരല്പ അസഹിഷ്ണുതയും ഉണ്ടായിരുന്നു. അത് ആ മോഭാവത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള അതിന്റെ ഓഡിയോ നമുക്ക് ഇനി ഒന്ന് കേൾക്കാം. കേസല്ലേ, കോടതിയിലല്ലേ, നടക്കട്ടെ, അതിൻ്റെ ശേഷം കാണാം. നമുക്ക് അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല. അതിനെന്താ ആശ്ചര്യം? അത് ബിനീഷ് കോടി എന്താ അറിയേണ്ടത്? അല്ല, ബിനീഷ് കോടിയായിരിക്കും താങ്കളുടെ മകൾക്കും 2 നീതിയാണോ എന്നുള്ളതാണ് ആ സംശയം നിങ്ങൾക്കുണ്ടല്ലേ? അതെ അതെ. അതിൽ ബിനീഷിൻ്റെ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല. ഇതിൽ എൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതുതന്നെയാണ് പ്രശ്നം. ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ കാര്യങ്ങൾ കോടതിയിലല്ലേ, അതിരിക്കട്ടെ, നമുക്ക് നോക്കാം. അത് മലയാള മനോരമ ഇങ്ങനെ നല്ലോണം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. നോക്ക് നിങ്ങൾ എത്രത്തോളം ആകും എന്നുള്ളത്. എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഞങ്ങൾ അത്ര വലിയ ഗൗരവമായിട്ട് കാണുന്നില്ല. കോടതിയിലുള്ള കാര്യമാണ്. കോടതിയുടെ വഴിക്കങ്ങ് നീങ്ങിക്കോളും കാര്യങ്ങൾ. നിങ്ങളത് ആലോചിച്ച് വല്ലാതെ ബേജാറാവണ്ട. അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങളതല്ലേ ആഗ്രഹിക്കുന്നത്. നിങ്ങളെന്ന് വെച്ചാൽ മലയാള മനോരമ അതല്ലേ ആഗ്രഹിക്കുന്നത്. അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. നടക്കട്ടെ. നിങ്ങളെ ആഗ്രഹം എത്രത്തോളം എത്തും നോക്കാം നമുക്ക്. ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കോടതിയിലുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഒരു വിശദീകരണത്തിന് ഇത് അസംബന്ധമാണ് അത് എന്നൊക്കെ ഉള്ളത് നേരത്തെ തന്നെ അറിയാലോ എല്ലാവർക്കും. ഏതെങ്കിലും തെളിവുണ്ടോ അത്തരം കാര്യങ്ങൾക്ക്? നിങ്ങൾ എന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്രസമ്മേളനം ഉപയോഗിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ്. അതിനെപ്പറ്റി യാതൊന്നും നിങ്ങൾക്ക് പറയാനില്ല. നിങ്ങൾക്കിപ്പം എൻ്റെ രാജി വരുമെന്നാണ് നോക്കിയിട്ടുണ്ട്. അതിങ്ങനെ മോഹിച്ച് നിൽക്ക്. കേന്ദ്ര ഏജൻസിയുടെ പറ്റി നല്ല ധാരണയല്ലേ നിങ്ങൾക്കുള്ളത്. ആ ധാരണയും വെച്ച് നടക്കുന്നതാണ് ഞാൻ പറയുന്നത്. അത് കോടതിയിലുണ്ട്. കോടതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ. നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെ ഞാൻ പറഞ്ഞു, അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഞാനില്ല. അത് അവർക്ക് അതിനകത്ത് പലരെയും പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞ പേരുകളിൽ ചില വ്യക്തതകളുണ്ട്. ആ വ്യക്തതയുള്ളവർ അവരവരുടെ പാർട്ടിയിലെ എതിരാളികളാണ് എന്നുള്ളത് കൊണ്ട് അവരെ ഒന്ന് വകവരുത്താം, ഈ അവസരം ഉപയോഗിച്ച് എന്ന് ഉദ്ദേശിക്കുന്ന പലരും ഉണ്ട്. അതിന് ഈ PV എടുക്കുന്നുണ്ടാവും കേട്ടോ. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങൾക്കതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമല്ല. പക്ഷെ നിങ്ങളതൊന്നും മനസ്സിലാക്കിയ ഭാവം നടിക്കില്ല എന്ന് മാത്രം. അതേ ഉള്ളൂ. കോടതിയിലുള്ള കേസ് കോടതിയിലാണ് നേരിടേണ്ടത്. നിങ്ങളെ മുമ്പിലല്ല വിശദീകരിക്കേണ്ടത്. കോടതി നടക്കട്ടെ കാര്യങ്ങൾ. സുഹൃത്തുക്കളെ, ഓഡിയോ കേട്ടല്ലോ. ആ ഓഡിയോയിൽ അദ്ദേഹം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. കോടതിയിൽ കിടക്കുകയല്ലേ, കേസല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോകാനുള്ള ശ്രമം. അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം. മലയാള മനോരമയ്ക്ക് ഇതിനകത്ത് കൂടുതൽ താല്പര്യമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. തൻ്റെ മകളായതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ വന്നത് എന്നൊക്കെ പറയാനുള്ള ശ്രമം. പക്ഷെ ഈ ചോദ്യത്തിനുള്ള മറുപടികളൊക്കെ കണ്ടാൽ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു എന്നുള്ളതും അദ്ദേഹം വളരെ ആശങ്കാകുലനായിരുന്നു എന്നും കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പരിശോധിക്കണം എന്ന് എനിക്ക് സൂചിപ്പിക്കാം. 2 കാരണങ്ങളുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ വന്നിട്ടുള്ളത് ഗൗരവതരമായിട്ടുള്ള
വിഷയമാണ് എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് വളരെ പ്രകടമാണ്. സാധാരണഗതിയിൽ ഇതുപോലുള്ള അഴിമതി വിഷയങ്ങൾ അദ്ദേഹത്തിനെതിരെ വരുമ്പോൾ അദ്ദേഹം കാര്യകാരണ സഹിതവും വസ്തുനിഷ്ഠമായിട്ടൊക്കെ മറുപടി പറയുന്നുണ്ടെങ്കിലും ഇന്നലെ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇവേസീവ് ആയിരുന്നു അദ്ദേഹം. ഇവേസീവ് ഇതിൽ എങ്ങനെയെങ്കിലും ഇതിൽ നിങ്ങൾ ഒഴിവായി പോകുന്നത്, കോടതി കിടക്കല്ലേ, വരട്ടെ, നോക്കട്ടെ, കാണാം എന്നൊക്കെ പറഞ്ഞു പോകുന്നു. എൻ്റെ മകൾ ആയതുകൊണ്ടാണ് എനിക്കെതിരെ എന്നൊക്കെ പറയുന്നു. പക്ഷേ അതൊന്നുമല്ല, സംഗതി വളരെ ഗുരുതരമാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മോഹഭാവത്തിൽ നിന്ന് അദ്ദേഹം നമ്മളോട് പറയാതെ പറയുന്നുണ്ടായിരുന്നു. കാരണം എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? മാസപ്പടി കേസിൽ മകളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരിക്കുകയാണ്. ഇനി വിചാരണയിലേക്ക് പോവുകയാണ്. മകൾ ചിലപ്പോൾ കോടതി ചെന്നിട്ട് പ്രതിക്കൂട്ടി കയറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഇനി കോടതിയിലൊന്നും പോയിട്ട് വലിയ കാര്യമില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. കാരണം കേരള ഹൈക്കോടതിയും കർണാടക ഹൈക്കോടതിയും ഒരു തരത്തിൽ ഡൽഹി ഹൈക്കോടതിയും ഉൾപ്പെടെ ഇയാളുടെ ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഡൽഹി ഹൈക്കോടതി തന്നെ ചോദിച്ചു, കുറ്റപത്രം കൊടുത്തൊരു കേസിൽ ഇനി എന്ത് പ്രസക്തി എന്ന് കോടതി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ അപകടകരമാണ്, മകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയമെന്ന് അദ്ദേഹത്തിന് അറിയാം. SFIയുടെ അന്വേഷണം സംബന്ധിച്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ED വരാനുള്ള സാധ്യത വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നു. എന്തിനു പറയുന്നു, CBI പോലും വരാനുള്ള സാധ്യത എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആശങ്ക അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ഇത് അന്വേഷണ ഏജൻസികളുടെ പ്രതികാര നടപടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നതിനൊന്നും കൃത്യമായിട്ടുള്ള മറുപടിയൊന്നും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നില്ല. എന്തൊക്കെയോ പറഞ്ഞങ്ങ് പോകുന്നു. EDയെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോവുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് അദ്ദേഹം ആശങ്കാകുലനാവാനുള്ള പ്രധാനപ്പെട്ട കാരണം പാർട്ടിയിൽ അദ്ദേഹത്തിനുള്ള പിടി വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടി അദ്ദേഹത്തിന് ചവിട്ടടിയിലാകുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം വിചാരിച്ച പോലെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഉള്ള പിടി വല്ലാതെ അയഞ്ഞിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമായിരിക്കുന്നു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ഒരാളാണ് കേരളത്തിലെ ദേശീയ ജനറൽ സെക്രട്ടറിയായി വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഇന്ന് ഏതാണ്ട് പരസ്യപ്പെട്ട് കഴിഞ്ഞിരിക്കും. കാരണം അദ്ദേഹത്തിന് വൃന്ദ കാരാട്ടിനായിരുന്നു താല്പര്യം, വന്നില്ല. MA ബേബി വന്നിരിക്കുന്നു. MA ബേബി അദ്ദേഹത്തിന് തലയ്ക്ക് മുകളിൽ വന്നിരിക്കുന്നു. കേരളത്തിൽ അദ്ദേഹത്തെക്കാൾ വലിയൊരു അധികാര കേന്ദ്രം രൂപപ്പെട്ടിരിക്കുന്നു. ബേബി അദ്ദേഹത്തിനെതിരെ നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നൽ ശക്തിപ്പെട്ടിരിക്കുന്നു. അതിനേക്കാൾ ഉപരി പോളിറ്റ് ബ്യൂറോയിൽ പിണറായി വിജയനുള്ള സ്വാധീനം സമ്പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു. അതാണ് പിണറായി വിജയനെ ആശങ്കപ്പെടുത്തുന്ന വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഇതിനു മുമ്പ് ലാവ്ലിൻ കേസ് വന്ന സമയത്തൊക്കെ തന്നെ, ലാവ്ലിൻ കേസിൽ പ്രതിയായിരുന്ന സമയത്ത് പോലും, അന്ന് VS അച്യുതാനന്ദൻ പിണറായി വിജയനെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്ന സമയത്ത് പോലും പോളിറ്റ് ബ്യൂറോയിൽ തനിക്കുള്ള ശക്തമായ സ്വാധീനം വെച്ചിട്ടാണ് അന്ന് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം പിണറായി വിജയൻ രക്ഷപ്പെട്ടു പോകുന്നത്. അന്ന് പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, S രാമേന്ദ്രൻപിള്ള ഇവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോളിറ്റ് ബ്യൂറോയിൽ വലിയ സ്വാധീനം ഉറപ്പിച്ചാണെന്ന് ലാവ്ലിൻ വിഷയത്തിൽ നിന്നൊക്കെ അദ്ദേഹം രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ സുഹൃത്തുക്കളെ? ഇന്ന് പോളിറ്റ് ബ്യൂറോയിലേക്ക് നമ്മൾ നോക്കിയേ, അദ്ദേഹത്തിൻ്റെ ശത്രുക്കളാണ് അവിടെ കൂടുതലുള്ളത്. ബംഗാളിലെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് സലീം പരസ്യമായി തന്നെ ഇയാൾക്കെതിരായിട്ടുള്ള നിലപാട് ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ വ്യക്തമാക്കിയതാണ്. മകൾക്കെതിരെ കേസ് വന്നിട്ട് മകൾ നോക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, നയപരമായി പിണറായി വിജയനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന അശോക് ധാവളെ അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലെ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ്. മുഹമ്മദ് സലീം ശക്തമായിട്ടുള്ള സാന്നിധ്യമാണ്. ബംഗാൾ ഘടകം പരിപൂർണമായി തന്നെ പിണറായി വിജയന് എതിരാണെന്നുള്ളത് നാട്ടിൽ പാട്ടാണ്. എന്ന് മാത്രമല്ല, MA ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുകയാണ്. MA ബേബിക്ക് വലിയ സ്വാധീനം പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിരിക്കുകയാണ്. പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ പുതുതായിട്ട് വന്ന U വാസുകി, ഈ പറഞ്ഞ പോലെ ബിജു കൃഷ്ണൻ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ബാലകൃഷ്ണൻ, ബംഗാൾ ഘടകം മൊത്തത്തിൽ, അതുപോലെ തന്നെ അശോക് ധാവളെ, ഹന്നൻ മുള്ള, ഈ പറഞ്ഞ പാർട്ടി പോളിറ്റ് ബ്യൂറോയിലെ നല്ല ശതമാനം ആളുകളും ബേബിയോടൊപ്പമാണ് നിൽക്കുന്നത്. പാർട്ടി അണികളുടെ തന്നെ ഇടയിലുള്ള സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അനാഥപ്രേതങ്ങളെ പോലെ രണ്ടുപേർ പാർട്ടി പോളിറ്റ് ബ്യൂറോ ഇരിപ്പുണ്ട്. അത് പിണറായി വിജയനും ഗോവിന്ദൻ മാസ്റ്ററുമാണ് എന്നാണ് ഇപ്പോൾ പരിഹാസ രൂപേണ പാർട്ടി അണികൾ പറയുന്നത്. ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത രണ്ടുപേർ, ആംഗ്യ ഭാഷയിലായിരിക്കും അവർ സംസാരിക്കുന്നത് എന്നാണ് പറയുന്നത്. അവ സ്വാഭാവികമായും പാർട്ടിയിൽ തനിക്കുള്ള പിടി അയഞ്ഞതും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ MA ബേബി എന്ന് പറയുന്ന ദേശീയ ജനറൽ സെക്രട്ടറിക്ക് വലിയ തോതിലുള്ള ശക്തി വർദ്ധിച്ചതും പിണറായി വിജയനെ വല്ലാതെ അലട്ടുന്നുണ്ട്. നാളെ പിണറായി വിജയന്റെ മകളെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകൾക്ക് സമൻസ് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പാർട്ടി പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് സംബന്ധിച്ച് പിണറായി വിജയന് യാതൊരു ഉറപ്പുമില്ല. ഇതൊക്കെ പിണറായി വിജയന്റെ ശരീരഭാഷയിൽ വളരെ വ്യക്തമായിട്ട് പ്രതിഫലിക്കുകയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള വാദങ്ങൾ,
തൻ്റെ മകളായതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങളൊക്കെ തന്നെ പൊതുമണ്ഡലത്തിൽ വലിയ തോതിൽ പരിഹസിക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന് വലിയ തോതിൽ ആശങ്ക ബാധിച്ചിരിക്കുന്നു, പിണറായി വിജയന് പരിഭ്രാന്തി ബാധിച്ചിരിക്കുന്നു. അതിൻ്റെ വിശദമായിട്ടുള്ള കാരണങ്ങളാണ് ഞാനിപ്പോൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്തിട്ടുള്ളത്.